ഇട്ടത്. എന്തായാലും ഇറങ്ങിയില്ല, ഇനി കൊണ്ടു നോക്കി. ഇനി ഇറങ്ങിയില്ലേ കൊണ്ടു നോക്കി. എൻ്റെ ക്യാമറ ചെറുതായിട്ട് നമ്മളൊന്ന് വയറിലാക്കി കൂടി രാവിലെ വന്നിട്ട്. ഞാനതാണ് ഷൂട്ട് ചെയ്ത് നോക്കണേ. രാവിലെ ഇങ്ങനെ ആരും വന്ന് എടുത്തിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ ഇന്നലൊക്കെ വന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഉണ്ടായിരുന്നു. 4 മണിക്ക് ഫുൾ ആളുണ്ടായിരുന്നു. ചാനൽ സെറ്റ് ആവട്ടെ. ചാനൽ സെറ്റ് ആക്കിയിട്ട് ഞാൻ റെഡിയാക്കി. 40 2-3 ദിവസമായി വന്നിട്ട് നോക്കിയിട്ടേ റീച്ച് ഉണ്ടായില്ല പറയാം. നമ്മളെന്നെ റീച്ച് ആക്കാം. നമ്മൾ തന്നെ ഒരുപാട് വീഡിയോ ചെയ്യും. ഞാൻ റെഡി പറയാം. അല്ല, നമ്മളെ ഒന്നാമത് വലിയ മെമ്പേഴ്സാണ് ഫാമിലിയൊന്നും. രണ്ടാമത്തെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഫുള്ളാണ്. പിന്നെ എൻ്റെ അളി അവൻ്റെ കൂട്ടുകാരന്മാരും. ആ ഞാൻ ഇട്ടുതരാം. ശരി. ഗുഡ് മോർണിംഗ്. ഇന്നലെ എന്തെങ്കിലും കിട്ടിയാ വേറെ ഒന്നും കിട്ടിയില്ലല്ലേ? ഇന്നെല്ലാം എനിക്കുണ്ടോ? ഇന്നെല്ലാം എനിക്കുണ്ടോ? ബോട്ടൊക്കെ പോയല്ലേ? 4 മണിക്ക് പോയല്ലേ? രാവിലെ 5 മണിക്ക് ഒരൊറ്റ മനുഷ്യരില്ല. 5 മണി ഈ ടൈമിലൊക്കെ മറ്റേ സ്ക്രാപ്പ് കളക്ട് ചേട്ടന്മാർ കുപ്പിയൊക്കെ ആ ചേട്ടന്മാർ മാത്രം ഉണ്ടാവും. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 5:30 എത്തുമ്പോൾ ഇവിടെ. അതിലിടയ്ക്ക് ഞാൻ ഇവിടെ വന്നിരിക്കും. എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് വന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആരുമില്ല, ഞാൻ മാത്രം. ഒരു 10 മിനിറ്റ് റീഫ്രഷ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകും.
അപ്പോൾ ഇതൊക്കെയാണ് ഫോർട്ട് കൊച്ചിയിൽ രാവിലത്തെ കാഴ്ചകൾ. വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ബ്രേക്ക് ആയി പോയി. അതൊന്ന് പൊടിയിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഗോപ്രോ ഇട്ടിട്ട് നമുക്ക് ആ ഒരു ചമ്മലൊക്കെ ഉണ്ട്, ആ ചമ്മൽ മാറ്റാൻ വേണ്ടി എൻ്റെ ബോഡിയിൽ തന്നെ ഇത് അറ്റാച്ച് ചെയ്ത് കുറച്ച് നേരം നടക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ടൈം ഞാൻ നോക്കിയപ്പോൾ രാവിലെയാണ്. അപ്പോൾ അങ്ങനെ രാവിലെ ഇറങ്ങി കുഴപ്പമില്ല. ഇനി ഒരു മൈക്ക് സംഘടിപ്പിക്കണം. മൈക്കിന് ഈ ഗോപ്രോയിൽ മൈക്ക് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 7,000 രൂപയൊക്കെ എടുത്ത് വരും. അതിൻ്റെ അറ്റാച്ച്മെൻറ്റും പിന്നെ ഒരു മൈക്ക് സെപ്പറേറ്റ് വാങ്ങിക്കണമെങ്കിൽ അതിനും വേറെ പൈസ കൊടുക്കും. രണ്ടും കൂടി 7,000-8,000 ഒക്കെ എടുത്ത് വരും. 8,000 9,000 എടുത്ത് വരുന്നു. നോക്കട്ടെ, പൈസ ഇട്ട് വാങ്ങിക്കാം. ഈ വണ്ടി ഓടിക്കുമ്പോൾ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു മൈക്ക്, നോയ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള മൈക്ക് വേണം. അത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തടത്തോളം കാലം എനിക്ക് ഓൾറെഡി ലോ വോയിസ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് ക്ലിയർ ആവാറില്ല. നമ്മൾ വീട്ടിലെത്തി, പരിപാടി കഴിഞ്ഞ് അപ്പോൾ അത് മതി. കുറച്ചും കൂടി നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ട് പറയാം എന്തൊക്കെയാണ് ലാഗ്, എവിടെയാണ്, സംസാരത്തിലാണ്, പിന്നെ കുറച്ചും കൂടി പ്ലസൻ്റായിട്ട് സംസാരിക്കണം, വോയിസ് ഭയങ്കര ലോ ആണ്, കുറവുകളെല്ലാം നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ നല്ലൊരു കണ്ടൻറ്റ്, എന്ത് കണ്ടൻറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.